ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റേ രാജമൗലിയുടെ പുതിയ സിനിമ വാരണാസിയുടെ ടീസർ ഞാൻ അബദ്ധത്തിൽ കണ്ട്. എന്താണ് അതിൽ കാണിച്ചു കൂട്ടിയത്? കാണ്ടാമൃഗമുണ്ട്, കുരങ്ങനുണ്ട്, ശ്രീരാമനുണ്ട്, ഹനുമാനുണ്ട്, ഈ പരസ്പര ബന്ധമില്ലാത്ത കുറേ സാധനങ്ങൾ ഇട്ട് വെച്ചൊക്കെ ട്രെയിനിൽ. എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അതുപോട്ടെ, ശ്രീരാമനും ഹനുമാനും പിന്നെ ഇന്ത്യയിലെ ആൾക്കാരാണ്, സമ്മതിച്ച് പോട്ടെ. അത് കഴിഞ്ഞിട്ട് ഇയാൾ തന്നെ നേരെ ഇങ്ങോട്ട് പോയി എനിക്ക് ഇപ്പം മനസ്സിലായില്ല. അതിൻ്റെ ഇങ്ങോട്ട് പോയിട്ടുണ്ട്, ആ മഞ്ഞുള്ള സ്ഥലം അന്റാർട്ടിക്കയിൽ പോയിട്ടുണ്ട്. അതെന്തിനാന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. പിന്നെ പരമശിവന്റെ ശക്തി കൊണ്ട കാളപ്പുറത്ത് ഒരു തൃശ്ശൂരം പിടിച്ചോണ്ട് ഓടൊന്നുമില്ല. ഇതൊക്കെ വെറുതെ ആൾക്കാരെ പറ്റിക്കാനുള്ള ഓരോ സാധനങ്ങൾ. എനിക്കിപ്പോൾ ഈ പരമശിവൻ്റെ കുറച്ച് ശക്തി കിട്ടി, ഫുൾ കിട്ടിയില്ല, കുറച്ച് ശക്തി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഓർഡറാണ് കാളെ അന്വേഷിച്ച അതിൻ്റെ പുറത്തൊരു തൃശ്ശൂലം കൊണ്ടൊന്നും പോയിട്ടൊന്നുമില്ല. ഞാൻ കാളയെ കണ്ട ഞാൻ മൈൻഡ് ചെയ്യാറില്ല. കാരണം കാള എന്നുള്ള സാധനം ഇപ്പം ആവശ്യമില്ല. ഇപ്പം നമുക്ക് സ്കൂട്ടറുണ്ട്, ഓട്ടോ ഉണ്ട്, ബൈക്കുണ്ട്. ഈ കാളപ്പുറത്ത് പോകണ ഡേഞ്ചറാണ്. കാരണം ആ സാധനം പിടിച്ചാൽ കിട്ടൂല ചില സമയത്ത്. അപ്പം നിലത്ത് വീഴും. ഞാൻ മോട്ടറായിട്ടില്ല, അപ്പം നിലത്തൂടെ എൻ്റെ നടുപടി. അതായത് കാളെ ഉപേക്ഷിച്ചേക്കുവാണ്. പിന്നെ തൃശ്ശൂർ എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഡേഞ്ചർ സാധനമാണ് തൃശ്ശൂർ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയാണ്. നമ്മുടെ പേരത്താണ് ഈ സാധനം കൊള്ളും. കാളപ്പുറത്ത് തൃശ്ശൂരെ കൊണ്ടുപോകുമ്പോഴേക്കും ആ സാധനം നമ്മുടെ മുതുകത്തൊക്കെ കയ്യിൽ നിന്ന് മിസ്സായിട്ട് മോന്തൊക്കെ സ്വയം കുത്തിക്കാറാൻ. എൻ്റെ പൊന്ന, ഇത് ഈ സിനിമയെ കാണിച്ച പോലെ ആരും കാളപ്പുറത്ത് ഒരു ഒറിജിനൽ തൃശ്ശൂരം കൊണ്ട് ഇരുമ്പിനെ കൊണ്ട് പോകരുത്. കാരണം ഒന്നല്ലെങ്കിൽ കാളപ്പുറത്ത് തെറിച്ച് വീഴും, അല്ലെങ്കിൽ ആ തൃശ്ശൂരം മേത്തുള്ളൂ. മേത്ത് ഇരുമ്പിൻ്റെ ആണെങ്കിൽ എൻ്റെ പൊന്നോടെ പൊട്ടി പണ്ടാണെങ്കിൽ ആശുപത്രി പോകേണ്ടി വരും. ആ കുത്തിൻ്റെ എഫക്റ്റ് പോലെയൊക്കെ ഇത് എത്ര നാൾ ജീവിച്ചിരിക്കുന്നുള്ളത്. ചെറിയ കുത്താണെങ്കിൽ രക്ഷപ്പെടും, വലിയ കുത്തൊക്കെ ആണെങ്കിൽ പടമായിട്ടിരിക്കും, അതായത് മരിച്ചു. അപ്പോൾ ഈ ട്രെയിലറിൽ പലരും കാണിക്കും. അപ്പോൾ അതേപോലെ ഒന്നും കോപ്പി അടിക്കാൻ നിൽക്കുന്നത്. തൃശ്ശൂരം ഹൈലി ഡേഞ്ചറസ് സാധനമാണ്. വലിയ ശക്തി ഇല്ലെങ്കിലും അത് ഒറിജിനൽ ഇരുമ്പാണെങ്കിൽ അവിടെ ഇവിടെ ഒക്കെ അറിയാണ്ട് കാര്യമായിട്ട് കൊണ്ടുകഴിഞ്ഞാൽ മനുഷ്യൻ ചിലപ്പോൾ വടിയെന്ന് വരും. പിന്നെ എനിക്ക് പരമേശ്വര ശക്തി ഉണ്ടെങ്കിലും ഞാൻ പോണ ഒരു ഫസീലോ എന്ന് പറഞ്ഞ വണ്ടിയിലാണ്. അല്ലാണ്ട് ഞാൻ ഉടനെ തന്നെ ഈ കാളെ അന്വേഷിച്ചാൽ പോയില്ല. കാരണം എനിക്ക് ബോധമുണ്ട്. കാരണം എനിക്ക് കാളെ കണ്ടുകൊണ്ടുള്ള പവർ പരമശിവൻ തന്നിട്ടില്ല. പുള്ളി എനിക്ക് ആകെ തന്നേക്കണ പവർ എന്ന് വെച്ചാൽ ഈ ബ്ലാക്ക് മാജിക് എനിക്ക് കേൾക്കൂല, അങ്ങനത്തെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇപ്പം ഈ അടുത്തിടയ്ക്ക് ഞാൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. മീൻസ് ഭൂകമ്പം ഇവിടെ വരുന്നുള്ള എനിക്ക് കൃത്യമായിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ വിചാരിക്കുന്ന സ്ഥലത്ത് പരമശിവൻ ഭൂകമ്പം കൊടുത്തോളും. മിക്കവാറും അങ്ങനെയാണ്. മെയിനായിട്ട് ഞാൻ ബ്ലാക്ക് മാജിക്കിന് ഇമ്മ്യൂണാണ്. അത് പരമശിവൻ്റെ ഒരു അനുഗ്രഹമാണ്. പിന്നെ ഈ കോവിഡ് വന്നതിന് ശേഷം ഞാൻ പരമശിവനോട് ചോദിച്ചിട്ട് പനിക്ക് വരെ ഇമ്മ്യൂണായിട്ടുണ്ട്. അതായത് ഡയറക്റ്റായിട്ട് എനിക്ക് പനി കിട്ടൂല, ഫുഡ് പോയ്സൺ കിട്ടിയിട്ട് അങ്ങനെ എനിക്ക് പനി കിട്ടുള്ളൂ. അപ്പോൾ ഉദ്ദേശിച്ചത് സിനിമ മിക്കവാറും പൊട്ടും. കാരണം ഇന്ത്യയിൽ തൃശ്ശൂലം ഉയർത്തി പരമശിവന്റെ ശക്തി ഇട്ടിന് അഭിനയിക്കാൻ ഏക യോഗ്യതയുള്ള ഞാനാണ്. അത് എനിക്ക് പരമശിവന്റെ ശക്തി ഇട്ടിട്ടുണ്ട് കുറെയൊക്കെ. ഈ അഭിനയിക്കാൻ അറിയാത്ത മഹേഷ് ബാബു എൻ്റെ അമ്മച്ചി അതിൽ തുടങ്ങിക്കഴിയുമ്പോൾ അറിയാം എന്താ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി, തൃശ്ശൂരം എന്ന് പറഞ്ഞ സാധനം സാധാ ഇരുമ്പിൻ്റെ തൃശ്ശൂരം സൂക്ഷിച്ച് ഉപയോഗിച്ചാലും മേത്തുള്ളൂ. പിന്നെ ചോര പ്രളയമായിരിക്കും അറിയാണ്ട് കൊണ്ടാൽ പോലും. അതിൻ്റെ സാധനം മറ്റേ വാട് പോലെ തന്നെയാണ്, കുത്തി കയറും മേത്തോട്ടെ. നല്ല മൂർച്ചയുള്ള സാധനമൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഈ ട്രെയിലറിട്ട് ചാടിക്കയറി കാളപ്പുറത്ത് ഇരുമ്പിൻ്റെ തൃശ്ശൂരായിട്ട് വരുന്നത്. കാരണം ബാലൻസ് എത്തിക്കഴിഞ്ഞാൽ തൃശ്ശൂർ തന്നെ മേത്തുള്ളൂ. ട്രെയിലറിലെ ആൾക്കാർ പലതും കാണിക്കും, അതൊന്നും ഇങ്ങോട്ട് വിശ്വസിക്കരുത്. മിക്കവാറും ഇത് ഫ്ലോപ്പായ ചാൻസാണ് കൂടുതൽ. എനിക്കത് കണ്ടിട്ട് ചിരി വന്ന് പോയാൽ കാളപ്പുറത്ത് കയറി പോകുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണെന്ന് പറഞ്ഞുകൊണ്ട്. അതും ഈ 2020-ാം നൂറ്റാണ്ടിൽ എത്രയോ നല്ല വണ്ടികളുണ്ട്. ഇതേപോലെ ഒരു സിനിമ അടുത്തിടങ്ങിയിട്ട് ഒരു വൻ ബോംബായെന്ന് തോന്നുന്നു. ഒരു പോലീസ് ഇൻസ്പെക്ടർ ഇതേപോലെ ഒരു കാളപ്പുറത്ത് പോകണ്ട രാജമൗലി മറന്നതാണെന്നൂടാ. ഇതേപോലെയൊക്കെ തന്നെ ഒരു പോകണ്ടായിരുന്നു. ഒരു 1-2 വർഷം ഉണ്ട് മാക്സിമം. അത് തെലുങ്കാന്ന്. അത് ഇതുപോലെ ഒരു പരമശിവന് ശക്തി ഒരുത്തം കിടന്ന് ഓടണ്ടായിരുന്നു ഇതുപോലെ കാളപ്പുറത്ത് കയറിയിട്ട്. ഇനി അതിൻ്റെ രാജമൗലി മറന്നു പോയതോ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടാ.
ആദ്യത്തെ തവണ ഒറ്റ കാളപ്പുറത്ത് കയറി തൃശ്ശൂരം കൊണ്ടുപോണത്. അപ്പൊ ഇത്രേ ഉള്ളൂ. എനിക്ക് ആ ട്രെയിൻ കണ്ടിട്ട് ചിരി അടക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു റിയാക്ഷൻ എടുത്തത്. എന്റെ പോലെ ഇങ്ങനെ നല്ലാട്ട പരമശിവന്റെ ശക്തിയുള്ളവര് എല്ലാരും കാളപ്പുറത്ത് വരെയൊന്നും പോകുന്നില്ല. അത് പക്ഷേ ചിരിപ്പിച്ചു അല്ലാണ്ട്. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, ഇത്രേ ഉള്ളൂ.